സ്വന്തമായി ഒരു വീട് വാങ്ങണം, അതിന് കുറെ പണം വേണം. നമ്മൾ ആദ്യം എങ്ങോട്ട് പോകും? നേരെ ബാങ്കിലേക്ക് അല്ലേ? ശരി, ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ. ബാങ്കിന്റെ കയ്യിൽ തന്നെ ആവശ്യത്തിന് പണമില്ലെങ്കിലും ബാങ്ക് ആരോട് ചോദിക്കും? പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് റിപ്പോ നിരക്ക്. എന്താണ് റിപ്പോ നിരക്ക്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനനയം. അപ്പോൾ എന്താണിത്? പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. വളരെ ലളിതമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് എത്ര പണം വേണം, ആ പണത്തിന് എന്ത് പലിശ ഈടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഒരു സൂത്രമാണിത്. രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയെ ട്രാക്ക് തെറ്റാതെ ഓടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒന്ന് ഉഷാറാക്കണം, ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങണം, പുതിയ ബിസിനസ്സുകൾ വരണം. അപ്പോൾ റിസർവ് ബാങ്ക് വിപണിയിലേക്ക് കൂടുതൽ പണം ഇറക്കും, പലിശ നിരക്കുകളൊക്കെ കുറയ്ക്കും. അതോടെ ബാങ്കുകൾ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ തരും. നമ്മുടെയൊക്കെ കയ്യിൽ കൂടുതൽ പണം വരും, നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങും. പക്ഷെ എല്ലാവരുടെയും കയ്യിൽ ഒരുപാട് പണം വന്നാൽ ഒരു പ്രശ്നമുണ്ട്. സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും, പതിയെ വിലകൾ മുകളിലേക്ക് കയറാൻ തുടങ്ങും. നമ്മൾ അതിനെ വിലകയറ്റം എന്ന് പറയും. ഈ വിലകയറ്റം ഒരു പരിധി വിട്ടാൽ ആർക്കും ജീവിക്കാൻ പറ്റാതാകും. അപ്പോൾ റിസർവ് ബാങ്ക് കളി മാറ്റും. വിപണിയിൽ നിന്ന് പണം പതിയെ പിൻവലിക്കാൻ തുടങ്ങും, പലിശ നിരക്കുകൾ കൂട്ടും. അതോടെ ലോൺ എടുക്കുന്നത് കുറയും, ആളുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ തുടങ്ങും. വിലക്കയറ്റം പിടിച്ചു നിർത്താനാകും. ഈ വളർച്ചയും വിലക്കയറ്റവും തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടെത്താനാണ് റിസർവ് ബാങ്ക് എപ്പോഴും ശ്രമിക്കുന്നത്. അതിനായി RBIയുടെ കയ്യിൽ ഒരു ടൂൾ ബോക്സ് തന്നെയുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് റിപ്പോ റേറ്റ്. ബാങ്കുകൾക്ക് പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുമ്പോൾ അവർ നേരെ റിസർവ് ബാങ്കിന്റെ അടുത്തേക്ക് പോകും. അവിടെ നിന്ന് കുറഞ്ഞ കാലത്തേക്ക് ലോൺ എടുക്കും. ഈ ലോണിന് റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശയാണ് ഈ റിപ്പോ റേറ്റ്. അപ്പോൾ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കുറച്ചാലോ? ബാങ്കുകൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടും. ആ ലാഭം അവർ നമുക്ക് തരും. അതായത് നമ്മുടെ ഭവന വാഹന ലോണുകളുടെ പലിശ കുറയും, നമ്മുടെ EMI കുറയും. നേരെ മറിച്ച് റിപ്പോ റേറ്റ് കൂട്ടിയാൽ നമ്മുടെ EMI കൂടും. അപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ? ഇനി ഇതിന്റെ നേരെ വിപരീതമായ ഒരു കാര്യമുണ്ട്. അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ചിലപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണം വരും. ഈ പണം വെറുതെ ഇരുന്നാൽ നഷ്ടമല്ലേ? അപ്പോൾ ബാങ്കുകൾ ഈ പണം റിസർവ് ബാങ്കിന് കൊടുക്കും. അതിന് റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് ഒരു പലിശ അങ്ങോട്ട് കൊടുക്കും. അതാണ് റിസർവ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റിൽ മാറ്റം വരുത്തിയാൽ അതിന്റെ ഫലം വിപണിയിൽ എത്താൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് റിസർവ് ബാങ്ക് അടുത്ത കളി കളിക്കുന്നത്. അതിനെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയും. ഇതിലൂടെ റിസർവ് ബാങ്ക് നേരിട്ട് വിപണിയിൽ സർക്കാർ ബോണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. വിപണിയിൽ പണം കുറയുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ബോണ്ടുകൾ വിൽക്കും. നമ്മളൊക്കെ അത് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലെ പണം റിസർവ് ബാങ്കിലേക്ക് പോകും. ഇനി വിപണിയിൽ പണം കൂട്ടണമെങ്കിൽ റിസർവ് ബാങ്ക് ആ ബോണ്ടുകൾ തിരികെ വാങ്ങും. പണം നമ്മുടെ കയ്യിലേക്ക് തിരികെ വരും. ഇതൊന്നും പോരാതെ ബാങ്കുകളെ നേരിട്ട് നിയന്ത്രിക്കാനും റിസർവ് ബാങ്കിന് വഴികളുണ്ട്. ബാങ്കിന് കിട്ടുന്ന എല്ലാ നിക്ഷേപവും അവർക്ക് ലോണായി കൊടുക്കാൻ പറ്റില്ല. അതിലൊരു നിശ്ചിത ശതമാനം പണമായിട്ടും സ്വർണമായിട്ടും ഒക്കെ മാറ്റിവെക്കണമെന്ന് റിസർവ് ബാങ്ക് പറയും. ഇതിനെ CRR SLR എന്നൊക്കെയാണ് പറയുക. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ശതമാനം കൂട്ടിയും കുറച്ചും ബാങ്കുകൾ എത്രമാത്രം ലോൺ കൊടുക്കുമെന്ന് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൂത്രവിദ്യകൾ ഉപയോഗിച്ചാണ് റിസർവ് ബാങ്ക് നമ്മുടെ പോക്കറ്റിലെ പണത്തിന്റെ മൂല്യം നിയന്ത്രിക്കുന്നതും രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇനി നിങ്ങൾ പറയൂ, റിപ്പോ റേറ്റ് കൂടുമ്പോൾ സാധാരണക്കാരായ നമുക്ക് ഗുണമോ ദോഷമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.